ഹലോ, നമുക്ക് ഇന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? ചിക്കൻ വെച്ചിട്ട് ചിക്കൻ പോപ്കോൺ എന്നൊക്കെ പറയാം, പക്ഷേ നമ്മുടെ കയ്യിൽ 2 ഇൻഗ്രീഡിയൻസ് ഇല്ല. പക്ഷെ നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? കമോ. ആദ്യം നമുക്കൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാനീര് ഒഴിക്കുക. ആ പാത്രത്തിൽ തന്നെ നമ്മൾ അരച്ച് വെച്ച മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ചത് ആ പാത്രത്തിൽ ചേർത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ എടുത്ത് അതിൻ്റെ അകത്തേക്ക് വെക്കുക. 1 മണിക്കൂറത്തേക്ക് വെക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ കാച്ചിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കത് തിന്നിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം കഴിയും. പിന്നെ ചിക്കൻ ഇടുന്ന മുമ്പ് ആ പാത്രത്തിൽ നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും മുളക് പൊടിയും ഇടണം. ഞാൻ അത് മറന്നുപോയി. എന്നിട്ട് വേണം 1 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് മൈദ ഇടാം. പിന്നെ ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നമുക്ക് ഇളക്കി വെക്കാം. കുറച്ച് മാവെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ബാക്കി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ഒഴിച്ച് ഇളക്കാം. ഇങ്ങനെ 2 പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലാക്കി വെച്ച ചിക്കൻ എടുത്തിട്ട് ആ മിക്സിയിൽ ഇതാക്കിയിട്ട് നമുക്ക് പൊടിയിൽ മുക്കി ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്തിട്ട് കയ്യും വെച്ച് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ആ അബദ്ധം എനിക്ക് പിന്നെ മനസ്സിലായപ്പോൾ ഞാൻ സ്പൂണിൽ നിന്ന് കോരിയിട്ട് കയ്യും വെച്ച് ആ പൊടി ഇതാക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്കൊരു പാത്രം എടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ഇതൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ സാധനം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ കിട്ടി നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡിയായി. ഇതെന്താണെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ സമൂസ ലീഫില്ലേ, അതും വെച്ച് ഉണ്ടാക്കിയ പോപ്കോൺ, പക്ഷേ റെഡി ആയില്ല. അത് കുറച്ച് കട്ടിയായി പോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. നമുക്ക് തിന്നോക്കാം. ടേസ്റ്റിൻ്റെ റെഡിയായി. നമ്മളിങ്ങനെ ബ്രോസ്റ്റഡ് ചിക്കൻ പോലെ തന്നെ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റും കിട്ടി. ബൈ 1 ഗെറ്റ് 1 പോലെ ഒരെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ പോലെ 2 പേരിൽ 3 കിട്ടി. അപ്പം അത്രേ ഉള്ളൂ. ബൈ.